ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ലോകത്തിൽ വിവിധ തരം ആളുകളുടെ ഇടയിൽ ബലഹീനർ, ശക്തർ, ഈ രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് പ്രത്യേകിച്ചും തിരിച്ചറിയാൻ കഴിയും. ഒരാൾ എപ്പോഴാണ് ശക്തനെന്ന് തിരിച്ചറിയപ്പെടുന്നതെന്നും എപ്പോഴാണ് ബലഹീനൻ എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതെന്നും ആർക്കും പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇത് രണ്ടും ജീവിതത്തിലെ സ്ഥിര അനുഭവങ്ങളല്ല. എന്നാൽ ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചെടുത്തയാൾ തീർച്ചയായിട്ടും അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെയും അത് നിലനിർത്തുമെന്നുള്ളത് വാസ്തവമാണ്. അതേക്കുറിച്ച് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കട്ടെ. തുടർ ധ്യാനത്തിനായി 29-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കട്ടെ. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. തൻ്റെ ജീവിതത്തിലെ നിരവധി സന്ദർഭങ്ങളിൽ ദൈവത്തിൽ നിന്ന് ബലം ഏറ്റെടുത്ത അനുഭവം മനസ്സിലാക്കിയ ആളാണ് നമ്മോട് പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകും എന്നുള്ളത്. നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ ശക്തന്മാരെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അവരിൽ എത്ര പേർ സമാധാനം അനുഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. സമാധാനം എന്നുള്ളതും സമാധാനത്തോടുള്ള ഉറക്കം എന്നുള്ളതും ജീവിതം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തീർച്ചയായും ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ അനുഭവവേദ്യമാക്കാൻ കഴിയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 7-ാം വാക്യം മുതൽ. അത് ഞാനൊന്ന് വായിക്കാം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തൻ ആകുന്നു. ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പൗലോസ്ലീഹ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ഏതൊരാൾക്കും, തികഞ്ഞ പ്രത്യാശയുള്ള ഏതൊരാൾക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ ക്ഷീണമുണ്ടാകത്തില്ലെന്നോ ബലഹീനത ഉണ്ടാകത്തില്ലെന്നോ അല്ല പറയുന്നത്. മറിച്ച് അവിടെല്ലാം അവർ ക്രിസ്തുവിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ ആശ്രയിക്കുകയും ദൈവ സാന്നിധ്യത്താൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. ശാശ്വതമായ സമാധാനവും ശക്തിയും ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളിലൊന്ന് നമ്മുടെ പുറമെ എന്തുമാത്രം ബലമുണ്ട് എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ബലം ഏതെല്ലാം നിലകളിൽ നാം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയട്ടെ. വീര്യം ക്ഷയിച്ചു പോകുന്ന സാഹചര്യത്തിലും ബലം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലും എങ്ങനെ നമുക്ക് ധൈര്യത്തോടെ ദൈവകൃപയിൽ ബലത്തോടെ മുന്നേറാൻ കഴിയും എന്ന് ചോദിച്ചാൽ 3-ാം സങ്കീർത്തനത്തിൽ ദാവീദിന് അതിന് ഉത്തരമുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ശത്രു സാന്നിധ്യം തന്നെ തളർത്തുകയല്ല ചെയ്യുന്നത്, ശത്രുവിൻ്റെ ആധിക്യം തൻ്റെ ബലം കെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ സമയത്ത് ദൈവത്തെങ്കിലേക്ക് നോക്കി ബലം ഏറ്റെടുക്കുകയാണ് താൻ ചെയ്യുന്നത്. അത്രയും സാധ്യമായാൽ അനുദിന ജീവിതം നമുക്ക് ജയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ഉറപ്പുവരുത്തിയാൽ തീർച്ചയായിട്ടും സമാധാനം നമ്മെ പിൻപറ്റുക തന്നെ ചെയ്യും. 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെയാണല്ലോ ഓർപ്പിക്കുന്നത്: ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടവരായി, ഉറക്കം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ ആരെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും ശരണപ്പെടുക, ആശ്രയിക്കുക. തീർച്ചയായിട്ടും യഹോവ നിങ്ങൾക്ക് ശക്തി നൽകും. ദൈവം തൻ്റെ ബലം നിങ്ങളുടെ മേൽ പകരും, സമാധാനം നിങ്ങളുടെ മേൽ പകരും. തന്നെയുമല്ല, അങ്ങനെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയാൻ കഴിയും.
ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതെല്ലാം നിലകളിൽ, ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുവെന്ന് അടിയൻ അറിയുന്നില്ല. എങ്കിലും ഏതെല്ലാം നിലകളിലുള്ള ബലഹീനത അവരെ ഭരിച്ചാലും, ഭയം അവരെ ഭരിച്ചാലും, ആവശ്യമായ സമാധാനവും ധൈര്യവും അനുഗ്രഹവും ഓരോരുത്തരുടെ മേൽ പകർന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.